ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ജെട്ടിമുട്ടയിലിട്ട വീട്ടിൽ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വരുന്നതുവാ ചെത്തിമുറ്റത്ത് വീട്ടിൽ ചെത്തിമുറ്റത്ത് വീട്ടിൽ KS സുജനപാലൻ അവர்களுടെയും സുഷമാദേവി അവர்களுടെയും ഓമന മകൻ വാവക്കുട്ടന്റെ നൃത്തിയ അങ്ങേയറ്റമാണ് ഇവിടെ നടക്കുന്നത്. നൃത്താരങ്ങേറ്റം അതാണ് ഇവിടെ നടക്കുന്നത്. അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ ദൈവമേ, അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഈ സുജ ഇത് എവിടെ പോയി കിടക്കുവോ? ഇത് അച്ഛനാന്ന് പറഞ്ഞ് നടക്കുക. ഹലോ സുജേ. ഹലോ ഹുഷ്. ഹലോ ഉഷ്. എന്റെ പൊന്ന് സുജ, ഇത് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങാൻ സമയമായി. ഇത് എവിടെ പോയി കിടക്കുന്നു? വാ ഇങ്ങോട്ട്. അല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നേരം ആയിടി. ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ നിപ്പുണ്ട്. ആണോ? നേരത്തെ പറയണ്ട, ഞാൻ ഇപ്പൊ എത്താം. തന്തയാന്ന് പറഞ്ഞോണ്ട് നടക്കുവോ? ഒരേ ഒരു മോന, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞുണ്ടായ കുഞ്ഞ. ആ കുഞ്ഞിന്റെ അരങ്ങേറ്റത്തിന് ജോലിക്ക് പോയേക്കുവാ. നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ. ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്ന്. ഞങ്ങൾ കൊഞ്ചിക്കും. അവൻ എന്തുമാത്രം ഇൻസ്ട്രുമെന്റ്സാ പഠിക്കുന്നതെന്ന് അറിയാമോ? ചെണ്ട, തിമില, കൊമ്പ് എന്ന് വേണ്ട, അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. നൃത്തത്തിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ, തിമില തിരുവല്ല, കൊമ്പ് കുമ്പളം, മദ്ദളം പന്തളം. എനിക്ക് വേണ്ട. എന്റെ ചെറുക്കനെ ഞാനൊരു സകലകല വല്ലഭനാക്കും ചേച്ചി. ഇതെവിടായിരുന്നു ഇത്? ഞാൻ 1.5 മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നിട്ട്. നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലയോ? ഞാൻ ചെന്ന് കയറുന്ന റൂമല്ല ഒന്നുകിൽ വെള്ള, അല്ലെങ്കിൽ ചുമപ്പ്, അല്ലെങ്കിൽ ഒരുമാതിരി ബീഡിനൂലിന്റെ കളറ്. പിന്നെ ജനലിനകത്തോടെ ഒരു പെണ്ണ് നിൽക്കുന്നതായിട്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി. ഇതും കീഴിലല്ലോ ഒരുമാതിരി വൃത്തികെട്ട ഓറഞ്ച് ആണല്ലോ അടിച്ചു വെച്ചത്. എന്റെ ദൈവമേ, പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം. അത് പറയണ്ടേ? ഇത്രയും വിവരം ഇല്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, എന്തോ ജോലി? അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണല്ലോ സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥൻ. അതറിയാം. ഏതാ പോസ്റ്റ്? അത് കളക്ടറേറ്റിലെ ക്ലർക്ക്. ഇനി ആരെങ്കിലും ചോദിക്കുവാണെങ്കിലേ ഇങ്ങനെ പറയണ്ട, എഴുതി കാണിച്ചാൽ മതി. അല്ലെ സുജ ആയിരിക്കും സ്വന്തമായിട്ട് നാക്ക് കടിച്ച് മുറിച്ച് താഴെ ഇടുന്ന ആദ്യത്തെ വ്യക്തി. ഞാനൊരു കാര്യം പറഞ്ഞാ നീ വിരോധമൊന്നും തോന്നരുത്. എന്താ? എടി, ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തുമാത്രം പൈസയായി അരങ്ങേറ്റത്തിനാന്ന് പറഞ്ഞ് പൊടിച്ചു കളയുന്നത്. ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്ന പൈസയല്ല, ഞാൻ ലോൺ എടുത്തതാ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരേ ഒരു കുഞ്ഞ്, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോമന മോൻ, അവനെ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുറ്റമാണോടി 8 വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത്? നിന്റെ ഒറ്റ പിടിവാശി കാരണം. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇവൾ എന്നോട് പറഞ്ഞു, ഇവക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം ഹണിമൂണിന് പോകണം, എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന്. ഞാൻ ഓർത്ത് പാമ്പിടിച്ച പെണ്ണല്ലേ, സാധിച്ചു കൊടുത്തു. ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത്. സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂര്, ആംസ്റ്റർഡാം, കാനഡ, ബെൽജിയം. ഞാൻ 8 വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ, 16 ലോണും. അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു. പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നീ എന്തുവാടി എന്നോട് പറഞ്ഞത്? ഇനി എനിക്ക് എനിക്ക് പറയാവുന്ന ആവശ്യമില്ലാത്ത പഠിപ്പിച്ചു വെച്ചേക്കോ. ഈ ഡാൻസ് ഒന്നും വേണ്ടായിരുന്നു, ചുമ്മാ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ നിർബന്ധം കൊണ്ട് മാത്രമല്ല കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കുന്നത്. എന്റെ കുടുംബത്തിലെ കലാപാരമ്പര്യം കിട്ടിയേക്കുന്നത് എന്റെ മോന. എന്റെ അച്ഛന്റെ മുദ്രയൊക്കെ സുജയ്ക്ക് ഓർമ്മയുണ്ടോ? കൂടുതലുണ്ടോ? കുറച്ചെടുത്ത് കുതിരയ്ക്ക് കൂടെ കൊടുക്കാൻ പറയടി. നിന്റെ അച്ഛന്റെ മുദ്ര. മുദ്രയെന്നല്ല പറഞ്ഞ, മുദ്ര. മുദ്രക്കാരൻ, ഭയങ്കര മുദ്രക്കാരനാ. നാട്ടിൽ അറിയപ്പെടുന്ന ആളാ. നാട്ടിൽ അറിയപ്പെടുന്ന ആള് തന്നെ ആയിരുന്നു. ഓരോ കോള് വരുമ്പോഴും അച്ഛൻ അറിയായിരുന്നു അച്ഛന് വേണ്ടിയുള്ള ആദരവാന്ന്. അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു എന്റെ അച്ഛൻ. ശരി, നാട്ടിൽ ഇഷ്ടംപോലെ ആദരവ് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം സഹകരണ ബാങ്കിൽ നിന്ന് ചെണ്ട കൊട്ടി ജപ്തിക്ക് വന്നപ്പോ ആദരവ് തരാനാന്നും പറഞ്ഞ് പോളിസ്റ്റർ മുണ്ടുമെടുത്ത് തിളങ്ങി നുടുപ്പുമിട്ട് മുറ്റത്തിറങ്ങി ഞെളിഞ്ഞ് നിന്നവനാണ് പൊന്നാട വാങ്ങിക്കാൻ ഇവന്റെ അച്ഛൻ. അവരുകൊണ്ട് നെഞ്ചത്ത് നോട്ടീസ് ഒട്ടിച്ചിട്ട് അങ്ങ് പോയി. ഒരു ദിവസം മൊത്തം കളക്ടറുടെ കാലേ കിടന്ന് കാല് പിടിച്ച് കരഞ്ഞിട്ടാടി ജപ്തി ഞാൻ ഒഴിവാക്കി തന്നത്. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. അയ്യോ, അതെങ്ങനെ ആലോചിക്കും? പെണ്ണ് കാണാൻ വന്നപ്പോ തെറ്റിദ്ധരിച്ചല്ലേ ഞാൻ. പെണ്ണ് കാണാൻ ചെന്നപ്പോഴേ ഒരു കൊട്ടാരം പോലത്തെ വീട്. വാതിൽ കടന്ന് അകത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ബാലയുടെ കട്ടൗട്ട് എടുത്ത് ഓലപ്പന ചാരി വെച്ചേ. അങ്ങനെ പറ്റിച്ചല്ലോടി എന്നെ. ഇതെല്ലാം പറയണം. എന്റെ മോനെ കൂടെ ഞാനത് തെളിയിക്കുമല്ലോ. എന്റെ മോനെ ഞാൻ എന്തായാലും ഒരു നല്ലൊരു നർത്തകനാക്കും അവനെ. സത്യത്തിൽ നൃത്തത്തിനല്ല അവനെ വിടേണ്ടത്. പിന്നെ ഞാൻ അവനെ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഭർത്താവാണ്, എന്റെ കുഞ്ഞിന് നല്ലൊരു തന്തയാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇതായിരുന്നില്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഇതിനാണ് എത്ര നാൾ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത്. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ അതിന് വിടത്തുമില്ല. സത്യം പറഞ്ഞ പ്രായപൂർത്തിയായിട്ട് കുഞ്ഞിനെ ക്യൂ നിർത്തി കുപ്പി മേടിക്കാനല്ലേ നിങ്ങൾ വിടുന്നത്? അയ്യോ, ഈ കോക്കാമ്പിച്ച കൗണ്ടർ പറയാനോ നീ ഇത്രയും ബിൽഡപ്പ് ചെയ്തോണ്ടോ? സിവിൽ സപ്ലൈസ് വിടുന്ന കാര്യമാണോ പറഞ്ഞത്? സിവിൽ സർവീസിന് അവനെ വിടണമെന്നാണ് എന്റെ ആഗ്രഹം. IAS. അയ്യോ, അതറിയണമെങ്കിലേ നീ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല, നിരക്ഷര
നിരക്ഷര ഇച്ചിരി പുളിക്കും അതിനൊക്കെ മമ്മൂക്ക ആവണം.